ഹലോ, ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു നോസ് കോണ്ടോറിങ്ങിനെ പറ്റി പറയാനാണ്. ഇത് നമ്മുടെ അടുത്ത് എല്ലാവരുടെ വീടുകളിലും കാണും. ഇതിനെ നമ്മൾ ഇയർ ബഡ്സ് എന്നും പറയും. മേക്കപ്പിലേക്ക് വരുമ്പോൾ ഇതിനെ നമ്മൾ ക്യൂ ടിപ്പ് എന്നും പറയും. അപ്പോൾ ഇത് മാത്രമുള്ള ഒരു ഇത് ബോണ്ട് വെച്ചിട്ട് നമുക്ക് എങ്ങനെയാണ് നോസ് കോണ്ടറിങ് കൊടുക്കാം എന്നുള്ളതാണ് ഞാൻ ഇവിടെ കാണിക്കാൻ പോകുന്നത്. ചിലത് നമുക്ക് ബെൻഡ് ചെയ്യിക്കാൻ പറ്റും, ചിലത് വന്നിട്ട് ഭയങ്കര ചിലപ്പോൾ ഒടിഞ്ഞു പോകാറുണ്ട്. എന്നാലും ഇപ്പോൾ ഇങ്ങനെ ഒന്ന് വളച്ച് ഞാനിതേ ഒരു വി ഷേപ്പ് പോലെ എടുത്ത് വയ്ക്കും. ഇത് ഞാനൊരു ബ്രൗൺ ഐ ഷാഡോ ഇടുന്നു. വളരെ ഡാർക്ക് വേണമെന്നില്ല, അല്ലെങ്കിൽ ഒരു ലൈറ്റ് ഷെയ്ഡ് എടുത്തിട്ട് ഇങ്ങനെ വന്നിട്ടുണ്ട്. ഇത് ഞാൻ എൻ്റെ മൂക്കിലെ നോസ് കോണ്ടോറിങ് എങ്ങനെ ചെയ്യുന്നതെന്നാണ് കാണിക്കുന്നത്. ഇപ്പോൾ ഈ ഒരു ഇതിൽ വന്നിട്ടുണ്ട്. ഇതിന് നമ്മൾ ജസ്റ്റ് ഒന്നുകിൽ ഇത് ഒരു ബിഗിനർ ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു കാര്യമാണ് ഞാൻ പറയുന്നത്. ഇത് ഇപ്പോൾ ബ്രഷസ് ഒന്നും ഏതൊന്നും അറിയാത്ത ഒരാൾക്ക് ഇത് ഒരു യൂസ്ഫുൾ ആയിട്ടുള്ളൊരു ടിപ്പായിരിക്കും. എന്നിട്ട് ചെറിയ വിരൽ വെച്ചിട്ട് ഇപ്പോൾ ഒരു ഷേപ്പ് വന്നിട്ടില്ലേ, ഇത് ബ്രൗൺ കളർ വരാത്ത ഒരു സ്ഥലം ഉണ്ടാവുമല്ലോ, അതിൽ നമ്മളൊരു ലൈറ്റ് ഷെയ്ഡ് എടുത്തിട്ട്, ലൈറ്റ് ഷെയ്ഡ് മീൻസ് വൈറ്റ് ആയാലും ക്രീം ആയാലും കുഴപ്പമില്ല, അതിൻ്റെ തൊട്ട് താഴെ തന്നെ നമുക്കൊരു ലൈൻ കൊടുക്കാം. അതേമാതിരി മിഡിൽ പോർഷൻ ഈസി അല്ലേ? ഇത്രയേ ഉള്ളൂ. ഈ ഒരു ക്യൂ ടിപ്പ് എടുക്കുക. ഇത് മേക്കപ്പ് സ്റ്റാർട്ട് ചെയ്യുന്നവർക്കാണ് ഇത് വളരെ യൂസ്ഫുൾ. കാരണം ഇപ്പോൾ മേക്കപ്പ് ഫീൽഡിൽ ഒത്തിരി നാളായിട്ടുള്ളവർക്ക് ഇതൊന്നും വലിയൊരു കാര്യമായിരിക്കില്ല. എന്നാലും ആദ്യമായിട്ട് മേക്കപ്പ് തുടങ്ങുന്നവർക്ക് ഒരു നോസ് കോണ്ടോറിങ് എങ്ങനെ എന്നുള്ളതാണ് ഞാനിവിടെ കാണിച്ചത്. അപ്പോൾ നമ്മളിങ്ങനെ ജസ്റ്റ് ഒരു ബഡ്സ് എന്നല്ല, ഇതിനെ ക്യൂ ടിപ്പ് എന്ന് പറയും. ആ ക്യൂ ടിപ്പിൽ നമ്മൾ ബ്രൗൺ ഷാഡോസ് എടുത്തു. കാരണം അതാകുമ്പോൾ നമ്മളിങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് രണ്ട് സൈഡിലും ഈവനായിട്ട് തന്നെ നമുക്ക് ഡ്രോ ചെയ്യാൻ പറ്റും. അപ്പോൾ ഇത് നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിരിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. വീണ്ടും അടുത്തൊരു വീഡിയോ ആയിട്ട് ഞാൻ വരുന്നതായിരിക്കും. ബൈ.